ഹായ് ഫ്രണ്ട്സ്, 2025 ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പഠനമൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നില്ലേ? നമുക്ക് തുടങ്ങാം. ആദ്യ ചോദ്യം, രാജ്യത്തെ ആദ്യ കണ്ണാടിപ്പാലം നിലവിൽ വന്നത് എവിടെ? കന്യാകുമാരി. സൗദിയിൽ സ്പോൺസർ എന്ന വാക്കിനു പകരം ഇനി മുതൽ ഉപയോഗിക്കുന്ന വാക്ക്? തൊഴിൽ ദാതാവ്. UN അന്താരാഷ്ട്ര സഹകരണ വർഷമായി പ്രഖ്യാപിച്ച വർഷം? 2025. 2025 ജനുവരിയിൽ അന്തരിച്ച കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് 17-ാം നൂറ്റാണ്ടിൽ ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ? ഡോക്ടർ KS മണിലാൽ. വ്യാജ ഡോക്ടർമാരുടെ പ്രവർത്തനം തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഡോക്ടർമാർക്ക് QR കോഡ് സംവിധാനം നടപ്പാക്കുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. ജെൻ ആൽഫയ്ക്ക് പേര് നൽകിയ സാമൂഹിക നിരീക്ഷകനായ മാർക്ക് മക്ഗ്രിൻഡൽ 2025 ജനുവരി 1 മുതൽ 2039 വരെ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകിയ പേര്? ജെൻ ബീറ്റ. വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത്? എയർ ഇന്ത്യ. ലോക യുക്തിചിന്താ ദിനം ജനുവരി 14. കേരളം ആസ്ഥാനമായുള്ള സ്പൈസസ് ബോർഡ് വിഭജിച്ച് മഞ്ഞളിന് മാത്രമായി പ്രത്യേക ദേശീയ ബോർഡ് നിലവിൽ വന്നതിന്റെ ആസ്ഥാനം? നിസാമാബാദ്. ISROയുടെ ചെയർമാനായി ചുമതലയേറ്റത് ആര്? ഡോക്ടർ V നാരായണൻ. 2025 ജനുവരിയിൽ മികച്ച സൈനിക സേവനത്തിലുള്ള കമാൻഡേഷൻ കാർഡ് അംഗീകാരം ലഭിച്ചത് ആർക്ക്? ലഫ്റ്റനന്റ് കേണൽ P സുമേഷ് കുമാർ. 2025 ജനുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച 3-ാം തലമുറ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ? നാഗ് MK2. 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി? INS വാഗ്ഷീർ. ഇന്ത്യയിലെ ആദ്യത്തെ AI പ്രാപ്ത യുദ്ധക്കപ്പൽ? INS സൂറത്ത്. ഇന്ത്യയിലെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തുന്ന ആദ്യ സംസ്ഥാനം? ഗുജറാത്ത്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത്? ബെയ്പൂർ. സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ വിജയകരമായി പൂർത്തിയാക്കുന്ന 4ാമത്തെ രാജ്യം? ഇന്ത്യ. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്ത അധ്യാപകൻ? RLB രാമകൃഷ്ണൻ. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനത്തിന്റെ 88-ാം വാർഷികം? 2025 ജനുവരി 18. 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി? പ്രഭവോ സുബിയാന്തോ. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച മലയാളി പരിസ്ഥിതി പ്രവർത്തകൻ? റാഫി രാമനാഥ്. അമേരിക്കയുടെ പ്രഥമ വനിതയായി ചുമതലയേറ്റത്? മലാനിയ ട്രംപ്. ജന്മാവകാശമായി പൗരത്വം നൽകുന്നത് റദ്ദാക്കാൻ തീരുമാനിച്ച രാജ്യം? അമേരിക്ക. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? കേരളം. മെക്സിക്കൻ ഉൾക്കടലിന് അമേരിക്ക നൽകിയ പുതിയ പേര്? അമേരിക്കൻ ഉൾക്കടൽ. 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത്? V ഗീത. തൊഴിലിടത്ത് സ്ത്രീകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏതു പെരുമാറ്റവും പ്രവൃത്തിയും ലൈംഗികാതിക്രമമായി കണക്കാക്കാമെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി? മദ്രാസ് ഹൈക്കോടതി. ജനുവരി 25 വിയോഗത്തിന്റെ 75 വർഷം പൂർത്തിയായ നവോത്ഥാന നായകൻ? ഡോക്ടർ പൽപ്പു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സംവിധാനം? കവചം. 2025 ജനുവരിയിൽ രാജ്യം 128-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. 2025 ജനുവരിയിൽ ബ്ലൂ ഒറിജിൻ എന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനി വിക്ഷേപിച്ച ഓർബിറ്റൽ റോക്കറ്റ്? ന്യൂ ഗ്ലെൻ. ലോകത്തിലെ ഏറ്റവും വലിയ AI ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത്? ജാംനഗർ. 2025 ഗ്ലോബൽ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി? അമേരിക്ക. അയർലൻഡ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? മൈക്കിൾ മാർട്ടിൻ. ഓസ്കാർ നാമനിർദ്ദേശം ലഭിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ? കാർല സോഫിയ. ലൈവ് ആക്ഷൻ ഹ്രസ്വചിത്ര വിഭാഗത്തിൽ ഓസ്കാർ നാന നിർദ്ദേശത്തിൽ ഇടം പിടിച്ച ഇന്ത്യൻ അമേരിക്കൻ സിനിമ? അനുജ. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കുന്ന 100ാമത്തെ ഉപഗ്രഹം? NVS-02.
2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച കേരളത്തിലെ ആദിവാസി രാജാവ് രാമൻ രാജമന്നൻ. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ ഇരട്ട വെങ്കലം നേടിയ മലയാളി താരം സാജൻ പ്രകാശ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാകുംഭ്. കോക്ക് ബോറോഗ് ദിനം ആചരിക്കുന്ന സംസ്ഥാനം ത്രിപുര. 2025 ചൈന പുറത്തിറക്കിയ AI മോഡൽ ഡീപ് സീക്ക്. കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ്. വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ. ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ പേസ് ബോളർ ജസ്പ്രീത് ബുംറ. 2025 ഫിഡെ ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ. ഇന്ത്യൻ പത്രദിനമായി ആചരിക്കുന്നത് എന്ന് ജനുവരി 29. ബോർഡർ ആൻഡ് ബാറ്റിൽഫീൽഡ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഭാരത് രണഭൂമി ദർശൻ. പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വട്നഗർ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതി എവിടെ? വാമനപുരം. 2025 ഗ്രാമി അവാർഡിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ചത് ബിയോൺസി. ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല ത്രിഭുവൻ സഹകാരി സർവകലാശാല. മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായത്തിനും മാനസിക പിന്തുണയ്ക്കും കേരള പോലീസിന്റെ സേവനം പ്രശാന്തി ഹെൽപ്പ് ലൈൻ. റേഷൻ കടകൾ വഴി കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം വിൽപ്പനയ്ക്കെത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി സുജലം. കാർഷിക മേഖലയ്ക്കായി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതി കൃഷി സമൃദ്ധി. ലോക ചെസ്സിലെ വിംബിൾട്ടൺ എന്നറിയപ്പെടുന്ന ഡാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റ് കിരീടം സ്വന്തമാക്കിയത് ആർ പ്രജ്ഞാനന്ദ. 2025 ഫെബ്രുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച 2 തവണ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനായ മുൻ ലോക 1-ാം നമ്പർ ടെന്നീസ് താരം സിമോണ ഹാലപ്പ്. കിഴക്കൻ മേഖല സൈനിക ആസ്ഥാനമായ ഫോർട്ട് വില്യത്തിന്റെ പുതിയ പേര് വിജയ് ദുർഗ്. ചന്ദ്രനിൽ നിന്ന് പാറകളുടെ സാമ്പിളുകൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയുള്ള ചന്ദ്രയാൻ 4 വിക്ഷേപിക്കുന്ന വർഷം 2047. 2025 ഫെബ്രുവരിയിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച റയൽ മാഡ്രിഡ് ഇതിഹാസ താരവും ബ്രസീൽ ഡിഫൻഡറുമായ വ്യക്തി മാർസെലോ. 2025 കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തൃശൂർ. 88ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളം. എല്ലാ ട്രെയിൻ സേവനങ്ങളും ഒരു കുടക്കീഴിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ആപ്പ് സോറെയിൽ. താമസക്കാരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ഭവനങ്ങൾ പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന പദ്ധതി കെ ഹോംസ്. MT വാസുദേവൻ നായർ സ്മാരകം നിലവിൽ വരുന്നത് തുഞ്ചൻ പറമ്പിൽ. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. മരിയ ജസ്റ്റ് മരിയ എന്ന പുസ്തകം എഴുതിയതാര്? സന്ധ്യ മേരി. ഇന്ത്യ എനർജി വീക്ക് 2025 ആരംഭിച്ചത് ന്യൂഡൽഹി. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ വില്ല ത്വസ്ത. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തേതും പഴക്കമേറിയതുമായ തേക്ക് കപ്പയം തേക്ക്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്ക് 15,000 രൂപ ധനസഹായം നൽകുന്നതിനു വേണ്ടി തളികി വന്ദനം എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് സ്നേഹിത. 38ാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യനായത് സർവീസസ്. ഹൈവേ പട്രോൾ വാഹനങ്ങളിലും കൺട്രോൾ റൂം വാഹനങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന മിഡ് നൈറ്റ് ഓപ്പറേഷൻ. US-ന്റെ ആദ്യ ഹിന്ദു അമേരിക്കൻ ഇന്റലിജൻസ് മേധാവി തുളസി ഗബ്ബാർഡ്. ചൈനയുടെ ഏറ്റവും പുതിയ ചാന്ദ്രദൗത്യമായ ചാങ് E-18 സഹകരിക്കുന്ന രാജ്യം പാകിസ്ഥാൻ. ഏഷ്യയിലെ ആദ്യത്തെ ആനിമെട്രോണിക് ആന എല്ലി. ഈയിടെ കടലിലെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതി നിർമ്മിച്ച അന്തർവാഹിനി മത്സ്യ 6000.
2025 സ്വരാജ് പുരസ്കാരം നേടിയ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. 70 വയസ്സ് പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നതിനായി കേന്ദ്രം ആവിഷ്കരിച്ച പദ്ധതി ആയുഷ്മാൻ വയവന്ദൻ. 2025 ലൈഫ് മിഷൻ പുരസ്കാരം ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത് അമരമ്പലം, മലപ്പുറം ജില്ലയിലാണിത്. കേരള വനിതാ കമ്മീഷൻ പ്രഥമ സ്ത്രീശക്തി പുരസ്കാരം ലഭിച്ച പത്മശ്രീ അവാർഡ് ജേതാവായ സംഗീതജ്ഞ കെ ഓമനക്കുട്ടി. മജോറാന 1 എന്ന പേരിൽ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് പുറത്തിറക്കിയ സ്ഥാപനം മൈക്രോസോഫ്റ്റ്. രാജ്യത്തെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ട്രാക്ക് പുറത്തിറക്കിയത് മദ്രാസ് IIT. അർബുദകോശങ്ങളുടെ പെരുകലിന് കാരണമായ ജനിതക രഹസ്യം കണ്ടെത്തിയതായി നേച്ചർ ജേണലിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച മലയാളി ഗവേഷകൻ ഡോക്ടർ റോബിൻ സെബാസ്റ്റ്യൻ. അടുത്തിടെ കണ്ടെത്തിയ ക്ഷീരപഥത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തമോഗർത്തം സജിറ്റേറിയസ് എ സ്റ്റാർ. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ബ്ലൂ ഗോസ്റ്റ്. അമേരിക്കയുടെ ദേശീയ ഭാഷ ഇംഗ്ലീഷ്. കാനനവാസികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടത്തുന്ന സംരംഭം പഠിപ്പുരസി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത് ദുബായ് വിമാനത്താവളം. 2025 ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് സുഫ്ന ജാസ്മിൻ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ച വ്യക്തി ചെറുവയൽ രാമൻ. അതിതീവ്ര ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ സന്ദേശങ്ങളിലൂടെയും സൈറൻ വിസിലുകളിലൂടെയും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി കേരള സർക്കാർ പുറത്തിറക്കിയ മുന്നറിയിപ്പ് സംവിധാനം കവചം. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെക്കുറിച്ചുള്ള വിവരം ലഭ്യമാക്കാൻ നാസ വിക്ഷേപിക്കുന്ന ദൗത്യം ലൂണാർ. 2025 തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വിദേശ രാജ്യം ഫിലിപ്പൈൻസ്. 2025 ഫെബ്രുവരിയിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? INS ഗുൽദാർ. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ വിദർഭ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് കമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്. EFIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിലൊന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത്. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം രചിച്ചത് KP രാമനുണ്ണി. രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. വ്യാജ വെളിച്ചെണ്ണയെ തടയാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഓപ്പറേഷൻ ഓയിൽ. ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി തിങ്കൾ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ലോകത്താദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ. സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയായ ആദ്യ വനിത ചിത്ര ചന്ദ്രമോഹൻ. ടൈം മാഗസിന്റെ വിമൻ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തി ഡോക്ടർ പൂർണിമ ദേവി ബർമൻ. സ്പേഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV ദൗത്യത്തിന്റെ ഭാഗമായുള്ള 1000 ഭ്രമണപഥയാത്രകൾ പൂർത്തിയാക്കിയ ISROയുടെ ചെറു ഉപഗ്രഹം പോയം 4. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് മാർക്ക് കാർണി. രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയതാര്? ഡോക്ടർ തോമസ് മാത്യു. 2025 ഹരിത വിദ്യാലയ പദവി നേടിയ സ്കൂൾ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ.
2025 ആഗോള ഭീകരവാദ സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 മാർച്ചിൽ ആഘോഷിച്ചത്? 100. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അസം. ISL ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡിന് അർഹനായത് അലായിദ്ദീൻ അജറൈ. പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാങ്ക് ഇന്തോനേഷ്യയുമായി ധാരണയിലെത്തിയ ഇന്ത്യൻ സ്ഥാപനം RBI. മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. മ്യാൻമാർ അതിർത്തിക്ക് സമീപം ശക്തമായ ഒരു ലാർജ് ഫേസ്ഡ് അറേ റഡാർ വിന്യസിപ്പിച്ച രാജ്യം ചൈന. ലോകത്തിലെ ഏറ്റവും മലിനവായുവുള്ള തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ന്യൂഡൽഹി. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് KP സുധീര. 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് വായുമലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ഫ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഗ്വാട്ടിമാല. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്ത SDX-01, SDX-02 എന്നീ പേടകങ്ങൾ വേർപെടുത്തിയത് മാർച്ച് 13, 2025. ടാറ്റ കമ്മ്യൂണിക്കേഷൻ ചെയർമാനായി നിയമിതനായത് N ഗണപതി. നാഷണൽ സെന്റർ ഫോർ എർത്ത് സ്റ്റഡീസിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരശോഷണം സംഭവിച്ചത് ആലപ്പാട്ട്. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബശ്രീക്ക് കീഴിലുള്ള അഭയകേന്ദ്രം സ്നേഹിത. പ്രകാശത്തെ ഘനീഭവിപ്പിച്ച് സൂപ്പർ സോളിഡാക്കി മാറ്റിയത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞനാണ്? ഇറ്റലി. ലഹരി വിപണനത്തിനെതിരെ കേരളത്തിൽ അധ്യാപകർക്കായി KSTA ആരംഭിച്ച യജ്ഞം ടീച്ചേഴ്സ് ബ്രിഗേഡ്. ആസ്ട്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ രൂപകൽപ്പന ചെയ്ത സംഘടന DRDO. കരുണയും പ്രാഥമികാരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് WHO. 2025 വജ്രജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനം ആകാശവാണി. കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന പക്ഷിഗ്രാമം കിദൂർ. ഡെന്റൽ ഡോക്ടർമാരുടെ സംഘടനകളുമായി ചേർന്ന് കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ ഹയർ സെക്കൻഡറി അധികൃതർ ആരംഭിച്ച ദന്തപരിശോധന മുക്തി. 2025 വനിതാ IPL കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ്. ചൈനീസ് ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനായ ബൈഡു പുറത്തിറക്കിയ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റീസണിംഗ് മോഡൽ ERNIE X1. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ പുണ്യ ആദ്യ. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തിയ പേടകം ഡ്രാഗൺ ക്രൂ 9. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനമാരംഭിച്ചത് കൊച്ചി. 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയ. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118. ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർത്ഥ് ഇൻക്യുബേഷൻ പ്രോഗ്രാം ആരംഭിച്ച സ്ഥാപനം ടെലിമാറ്റിക്സ് വികസന കേന്ദ്രം. നിയമസഭ നടപടികൾ ആംഗ്യഭാഷയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. പ്രാദേശികമായി നിർമ്മിച്ചതും റഷ്യൻ കരാറിലെ അവസാനത്തെയും ഗോവയിൽ നിർമ്മാണത്തിലിരുന്ന 4ാമത്തേതുമായ ക്രിവാക് ക്രാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് തവസ്യ. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പ്രവർത്തിക്കുന്ന മന്ത്രാലയം ധനകാര്യ മന്ത്രാലയം. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല. 2025 മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയ
കേരളത്തിലെ പ്രദേശം. മലമ്പുഴ. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം. ഇൽ ഫോഗ്ലിയോ. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി 2025 മാർച്ചിൽ നിയമിതനായത്. അജയ് സേത്. നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. നാഗാലാൻഡ്. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് നിർബന്ധമാക്കുന്ന ആദ്യത്തെ സർവകലാശാല. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി. ഗോത്രജീവിക. പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിന്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം. തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്കൂബ ഡ്രൈവിംഗ് ടീം. ഗ്യാനറ്റ്സ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലം. ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ഡിജിറ്റൽ വിള സർവേ സംവിധാനം ആരംഭിച്ച മന്ത്രാലയം. കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. GSAT-18 ഏതുതരം ഉപഗ്രഹമാണ്? ആശയവിനിമയ ഉപഗ്രഹം. PM വാണി സ്കീം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്റർനെറ്റ് സേവനങ്ങൾ. കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി. ദീപ്തി. 2025 മാർച്ചിൽ പ്രതിഭാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. ശ്രീകുമാരൻ തമ്പി. 2025 കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ M ലീലാവതി. വഖഫ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്? 2025 ഏപ്രിൽ 5. വഖഫ് ബില്ലിനോടൊപ്പം രാഷ്ട്രപതി ഒപ്പുവെക്കപ്പെട്ട ബിൽ മുസൽമാൻ വഖഫ് ബിൽ. 2025 ഏപ്രിലിൽ 170-ാം ജന്മദിനം ആചരിക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ. കൊട്ടാരത്തിൽ ശങ്കുണ്ണി. 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം. ആര്യഭട്ട. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ്. ഗായത്രി ചക്രവർത്തി സ്പീവാക്ക്. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. തിരുവനന്തപുരം. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ. ഭാർഗവാസ്ത്ര. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. സഫീന ലത്തീഫ്. ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം. ഇൻഡോർ. നിലവിൽ UPSC ചെയർമാൻ. അജയ് കുമാർ. K-സ്മാർട്ട് സംവിധാനം ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വന്നത്. 2025 ഏപ്രിൽ 10. 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം. ഓപ്പറേഷൻ ബ്രഹ്മ. ഇന്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? ആർട്ടിക്കിൾ 21. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്? മഹാരാഷ്ട്ര. ഇന്ദിര സൗരഗിരിജല വികാസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. തെലുങ്കാന. DRDO വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ്. ഗൗരവ്. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം. കണ്ണാടിപ്പായ. ബോർഡ് ഓഫ് ഇന്ത്യ ദി ന്യൂ സിനോപ്സിസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് ആര്? പ്രവീൺ J. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. തമിഴ്നാട്. ലോകത്താദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം. ജപ്പാൻ. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത്. ഇംഗ്ലണ്ട്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം. എക്സ്പോസാറ്റ്. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി. ന്യൂറാലിങ്ക്. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഛിന്നഗ്രഹമായ സൈക്ക് 16 അമേരിക്കയുടെ നാസ അയച്ച പേടകം. സൈക്കി. മെഴുകുപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. ജർമ്മനി. കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല. കേരള ഡിജിറ്റൽ സർവകലാശാല. ഇന്ത്യയിൽ ആദ്യമായി ഹണി പാർക്ക് നിലവിൽ വന്നതെവിടെ? മഹാബലേശ്വർ. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. V. സുനിൽകുമാർ. നിലവിൽ കേരള ഗവർണർ.
രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകം. കളിത്തോണി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആലംകോട് ലീലാകൃഷ്ണൻ. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി ചെയർമാൻ ആലോക് ജോഷി. സീക്യൂർ പ്രോജക്ട് ഏത് രാജ്യത്തിന്റെ സംരംഭമാണ്? യുണൈറ്റഡ് കിങ്ഡം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം മുതൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കും വരെ ഉപയോഗിക്കാവുന്ന പ്രത്യേക സ്റ്റാമ്പ് സെഡെ വക്കാൻഡെ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി നോവൽ ഹെട്രോസ്ട്രക്ചർ കാറ്റലിസ്റ്റ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി, മൊഹാലി. കേരളത്തിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നതെവിടെ? മൂന്നാർ. ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് ഇന്ത്യ ആരംഭിച്ച മന്ത്രാലയം പുനരുപയോഗ ഊർജ മന്ത്രാലയം. ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യഭാഷയിലുള്ള ചാനൽ PM ഇ-വിദ്യ DTH. ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചതെവിടെ? ഒഡീഷ. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീട ജേതാവ് ആര്യന സെബലങ്ക. 28ാമത് ദേശീയ ഇ-ഗവേണൻസ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം. ഇലോൺ മസ്കിന്റെ XAI പുതിയതായി പുറത്തിറക്കുന്ന ചാറ്റ്ബോട്ട് ഗ്രോക്ക് 3. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ചത് IIT കോട്ടയം. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ശ്രീകുമാരൻ തമ്പി. 2025 ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസം ബോങ്കോ സാഗർ. 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ലേബർ പാർട്ടി. ഗാസയിൽ കുട്ടികളുടെ ആരോഗ്യ കേന്ദ്രമായി പുനർനിർമ്മിക്കപ്പെടുന്ന വാഹനം പോപ്പ് മൊബൈൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ കേരള നഗരനയ കമ്മീഷൻ. സ്വാമിത്വ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ മന്ത്രാലയം പഞ്ചായത്ത് രാജ് മന്ത്രാലയം. 2025 മെയ്യിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി സ്ഥാനമേറ്റതാര്? കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത്. 130 കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സെക്ഷൻ ആകാൻ പോകുന്നത് ഷൊർണൂർ കണ്ണൂർ പാത. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി ബ്രസീൽ. ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റാഫി മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? G സുധാകരൻ. 2025 മെയ്യിൽ കേരള വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റതാര്? മനോജ് എബ്രഹാം. സംസ്ഥാനത്തിനി മുതൽ ആന്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകാനാണ് തീരുമാനിച്ചത്? നീല. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിൽ നിരോധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ആവാമി ലീഗ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റതാര്? TK മീരാഭായി. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? പ്രഭാവർമ്മ. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്ത ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ സമർ അബു എലൂഫ്. പലസ്തീൻ ഫോട്ടോഗ്രാഫറാണ് ഇദ്ദേഹം. കേരളത്തിലെ ആദ്യ അനിമൽ ഹോസ്പൈസ് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? കുപ്പാടി, മാനന്തവാടിയിലാണിത്. കേരളത്തിൽ പുതിയ എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് R അജിത് കുമാർ. തണ്ടർബോൾട്ട് 15 എന്നും അറിയപ്പെടുന്ന PL-15 എന്ന ദീർഘദൂര എയർ ടു എയർ മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന. കാശ്മീർ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം റിസാറ്റ് 1B. ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം US.
സമുദ്രത്തെയും കാലാവസ്ഥാ രീതികളെയും കുറിച്ച് പഠിക്കുന്നതിനായി ലിക്കോം++ എന്ന ഉയർന്ന റെസല്യൂഷനുള്ള സമുദ്ര സിമുലേഷൻ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം. ചൈന. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച കുട്ടികളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനായി ഏത് നഗരത്തിലാണ് നയി ദിശ സംരംഭം ആരംഭിച്ചത്? ന്യൂഡൽഹി. 2024 YR4 എന്ന ഛിന്നഗ്രഹം കണ്ടെത്താൻ ഉപയോഗിച്ച ദൂരദർശിനി. അറ്റ്ലസ് ടെലിസ്കോപ്പ്. കേരള പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായത്? ബൽറാം കുമാർ ഉപാധ്യായ. ഇന്ത്യയുടെ 86ാമത് ഗ്രാൻഡ് മാസ്റ്റർ? ശ്രീഹരി. കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡ്? കേരള കെയർ. വിദ്യാർത്ഥികളിലും യുവാക്കളിലും സംരംഭകത്വ സ്വഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ് ആരംഭിച്ചത്? സംരംഭകത്വ വികസന ക്ലബ്. ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനായി നിയമിതനായത്? ജസ്റ്റിസ് സൂര്യകാന്ത്. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്രപരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഗോത്രഭേരി. ഇന്ത്യൻ സൈന്യം ടീസ്റ്റ പ്രഹാർ അഭ്യാസം നടത്തിയ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ അതിർത്തി പുനർനിർണയിച്ച് നടത്തിയ വിഭജനത്തിൽ എത്ര വാർഡുകളാണ് പുതുതായി കൂടിയത്? 1375. 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ച കന്നഡ എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ വ്യക്തി? ഭാനു മുഷ്താഖ്. ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ച ഭാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? ദീപ ബസ്തി. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി? ബന്ധു ക്ലിനിക് പദ്ധതി. ഓട്ടിസം ഡൗൺ സിൻഡ്രോം ബാധിതർ വീട്ടിൽ നിന്നിറങ്ങി വഴിതെറ്റിയാൽ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ഇലക്ട്രിക് ഉപകരണം? കവച്. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഏത് മന്ത്രാലയമാണ് ഏർപ്പെടുത്തിയത്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കിപ്പണിയാനും പൂർത്തീകരിക്കാനും വേണ്ടിയുള്ള പദ്ധതി? സേഫ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫാർമസിസ്റ്റുകൾ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പ്? കോമ്പൗണ്ടർ. US-ന്റെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേര്? ഗോൾഡൻ ഡോം. 2025 IPL കിരീടം നേടിയത്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. കാസ്പിയൻ ഗൾ എന്ന അപൂർവ ദേശാടന പക്ഷിയെ കണ്ടെത്തിയ സംസ്ഥാനം? കേരളം. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനം? അമോലോപ്സ് ഷില്ലോങ്. റഷ്യയിലെ 5 വ്യോമതാവളങ്ങളിൽ യുക്രൈന്റെ സുരക്ഷാ ഏജൻസിയായ SBU നടത്തിയ ഡ്രോൺ ആക്രമണം? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയ്ക്കും പകരം ഇനി രക്ഷിതാവ് എന്നാക്കണം എന്ന് ഉത്തരവിട്ട കോടതി? കേരള ഹൈക്കോടതി. 2025 ജൂണിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട അമേരിക്കൻ നടനും സംഗീതജ്ഞനുമായ വ്യക്തി? ജോനാഥൻ ജോസ് ഗോൺസാലസ്. രാജ്യത്തെ ഏറ്റവും മികച്ച വിജ്ഞാന കേന്ദ്രമായി തിരഞ്ഞെടുത്തത്? ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രം. നബാർഡിന്റെ ചീഫ് ജനറൽ മാനേജറായി ചുമതലയേറ്റത്? നാഗേഷ് കുമാർ അനുമല. ഹാരപ്പൻ കാലത്തിനു മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ സംസ്ഥാനം? ഗുജറാത്ത്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെ? തവാങ്. 2026 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഇന്ത്യ. ഡൈനാമിക് റൂട്ട് പ്ലാനിംഗ് ഫോർ അർബൻ ഗ്രീൻ മൊബിലിറ്റി എന്ന വെബ് ആപ്പ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം? IIT ഖരഗ്പൂർ. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം? നോമാഡിക് എലിഫന്റ് 2025. ഏറ്റവും കൂടുതൽ GSDP ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം? മഹാരാഷ്ട്ര. ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം? ജനസു തുരങ്കം. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി? കാനഡ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ തയ്യാറെടുപ്പ് ശക്തമാക്കുന്നതിനായി അതിർത്തി സംസ്ഥാനങ്ങളിൽ നടത്തിയ മോക്ക് ഡ്രിൽ? ഓപ്പറേഷൻ ഷീൽഡ്. 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയത്? എൻവിഡിയ. മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് 2025 ജൂണിൽ ആഘോഷിച്ചത്? 125.
രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി നടുപ്പതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്ന പുരുഷ സൗന്ദര്യ മത്സരമായ റുബാറു മിസ്റ്റർ ഇന്ത്യയിൽ 2025 കാബെല്ലറോ യൂണിവേഴ്സൽ പദവി സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയായി മാറിയത് ആർ അനന്തകൃഷ്ണൻ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ജമ്മു കാശ്മീർ. ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഖജേഗുഡ റെയിൽവേ സ്റ്റേഷൻ. 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ MLC ഐറീന. വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ സജ്ജമാക്കിയ ആപ്ലിക്കേഷൻ മെറ്റ് വാച്ച്. ഷാഹെദ് ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്ത രാജ്യം ഇറാൻ. ഥാർ മരുഭൂമിയുടെ വ്യാപനം തടയുന്നതിനും ആരവല്ലി പർവ്വതനിരയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും ലഹരി ഉപയോഗം പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതിനും വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി കൂടെയുണ്ട് കരുത്തേകാൻ. 2025 ജൂൺ 12 200-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്നതെവിടെ? അഹമ്മദാബാദ്. ഓസ്ട്രിയം റൈസ് വാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത് പ്രിയങ്ക ഗോസ്വാമി. വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായി തപാൽ വകുപ്പ് ആരംഭിച്ച പുതിയ തപാൽ സേവനത്തിന്റെ പേര് ഗ്യാൻ പോസ്റ്റ്. 2025 നോർവേ ചെസ് കിരീട ജേതാവ് മാഗ്നസ് കാൾസൺ. 2025 ബഷീർ അമ്മ മലയാള പുരസ്കാരം നേടിയത് തരുൺ മൂർത്തി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ രുദ്രാസ്ത്ര. എക്സ്റ്റെൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത്? DRDO. 2025 പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം. അപ്പോൾ വേഗം ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ആയിട്ടുള്ളൂ. 2025 ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.